ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണത്. ഒരു 2-3 മാസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ലാസ്റ്റ് വീഡിയോ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മന്ത് പി എൻ എല്ലിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. ഇതിൽ സെപ്റ്റംബറിൻ്റെ ഒക്ടോബറിൻ്റെ പി എൻ എൽ ഉണ്ട്. സോ അതിനുശേഷം പിന്നെ വീഡിയോസ് ഒന്നും ഇല്ല. ഇനി നവംബർ ഡിസംബറിൻ്റെ പി എൻ എല്ലൊക്കെ ചെയ്യാണ്ട്. അതിൻ്റെ പിന്നെ ട്രേഡിൻ്റെ വീഡിയോസ് ഇല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി 2-3 മാസമായിട്ട് ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇല്ല. ഇതിപ്പോൾ വീണ്ടും ജനുവരിയിലാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. സോ ജനുവരിയിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ട്രേഡിങ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയ ലോട്ടറി ചെയ്തിട്ട് മെല്ലെ മെല്ലെ സ്കെയിലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്നടുത്ത ട്രേഡ് 25-350 പുട്ട് ഓപ്ഷനിലാണ്. അത് ഒരു ഓൾമോസ്റ്റ് ഒരു 1:2 1:3 റേഞ്ചിലൊക്കെയാണ് ടാർഗറ്റ് കിട്ടിയത്. അത് പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എടുക്കാനുള്ള റീസൺ, ശരിക്കും ഈ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലിക്വിഡിറ്റി വെച്ചിട്ടല്ല, ഇന്നലെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ ഇന്നലെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത്. ഇത് 22 ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് 22 ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ചൊക്കെ താഴേക്ക് വന്നു. പക്ഷേ താഴെ ലിക്വിഡിറ്റി ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇവിടെയുള്ള ചെറിയ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഒന്നെങ്കിൽ ഈ ഒരു ലെവൽ വരെ, അല്ലെങ്കിൽ താഴെയുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഇതിലേതെങ്കിലുമൊക്കെ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് ആയിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ താഴേക്ക് തന്നെ ഒരു ട്രേഡ് എടുത്തതെന്ന്. സോ അതിലാണ് ടാർഗറ്റ് അടിച്ചത്. ഓൾമോസ്റ്റ് ഒരു 1:3 റേഞ്ചിലൊക്കെയാണ് ടാർഗറ്റ് അടിച്ചത്. ഓക്കെ, സോ ഇതിലിപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തത് സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള പി എൻ എല്ലാണ്. സോ നവംബറത്തെ ഡിസംബർ 2 മന്തിൻ്റെ പി എൻ എൽ കാണിക്കാൻ മാത്രം പി എൻ എല്ലൊന്നും ഇല്ല, ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ചാനൽ തുടങ്ങി തൊട്ടിട്ട് ഇന്ന വരെ എല്ലാ മന്തിൻ്റെയും പി എൻ എൽ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ബ്രേക്ക് ആണെങ്കിലും ട്രേഡ് ഇല്ലെങ്കിലും എന്താണെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് കഴിഞ്ഞ 2 മാസത്തെയും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഡിസംബർ, നവംബർ 1, ഒക്ടോബർ വരെയുള്ള കാണിച്ചിട്ടുണ്ട്. നവംബർ 1 തൊട്ടിട്ട് ഡിസംബർ 31 വരെ റേറ്റ് ലിങ്ക് കൊടുത്താൽ ആകെ 303.75 ഓവറോൾ ചെറിയൊരു ലോസിലാണ്. ആകെ 2-3 ദിവസം മാത്രമേ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ നവംബറിൽ. ബാക്കി ദിവസമൊന്നും ട്രേഡ് ഇല്ല. ഡിസംബറിൽ ഒറ്റ ട്രേഡും ഇല്ല. ഇനി വേറെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായി പോയി. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിന്. പിന്നെ ചെറിയൊരു ഇഞ്ചുറി കുടുങ്ങിന് റിസ്റ്റിന്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യം കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് 3 മാസത്തോളം ട്രേഡും കാര്യങ്ങളൊന്നും ഒക്ടോബറിലും ട്രേഡ് ഇല്ല. ഇനി ഒക്ടോബറിൻ്റെയും കൂടെ കൂട്ടി കാണിച്ചിട്ടാണെങ്കിൽ ഒക്ടോബറിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒക്ടോബറിൻ്റെ നോക്കുകയാണെങ്കിൽ ഒക്ടോബറിലാകെ 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 3 മാസം സെപ്റ്റംബറിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് പി എൻ എൽ അത് മാത്രമായിട്ടുള്ളത് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 മാസത്തെ കാണിച്ചത് 3 മാസം ട്രേഡ് ചെയ്യാത്തതാണ്. ആകെ കുറച്ച് 4-5 ദിവസം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ജനുവരിയിൽ ആസ് യൂഷ്വൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചത്തൊക്കെ പി എൻ എല്ലൊക്കെ ഉണ്ട്. അത് ഞാൻ ജനുവരി മന്തിൽ കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ലൈവ് ട്രേഡ് വീഡിയോസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയെന്ന്, പക്ഷേ പറ്റിയില്ല. എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസൊക്കെ ആയി, കുറച്ച് കാലമല്ലോ ചെയ്തിട്ട്. അപ്പോൾ നാളെ മുതൽ ആസ് യൂഷ്വൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.